പ്രഭു ഇതാ വന്നേ. നമസ്കാരം പോലെ. എന്താ ചെലവാ? ഒന്നുമില്ലേ. എന്താ ഇതൊക്കെ? നമ്മുടെ കമ്പനിയുടെ മാനേജരാ. മാനേജർ ആദ്യമായിട്ട് ഇവിടെ വരികയല്ലേ, ഒരു ചെറിയ സ്വീകരണം. വന്ന ക്ഷീണം കാണും, ഞങ്ങൾ പിന്നീട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ, ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. വരിക. നീ എവിടെ പോന്നു? ആ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അല്ല, ഇത് ഇവിടെ സ്ഥിരതാമസത്തിനുള്ള വരവാണോ? അതെ. ആ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ. എന്റെ ദൈവമേ, നമ്മുടെ വയറ്റത്തടിക്കാനുള്ള ഒടുക്കത്തെ വരവാണല്ലോ ഇത്. കിണിക്കണ്ട, ഞാനല്ലേ തിന്നുന്നത്, ഞാൻ സഹിച്ചോളാം. എനിക്ക് ചിരിക്കാൻ നിങ്ങളുടെ അനുവാദം വേണോ? എനിക്ക് തോന്നുമ്പോ ചിരിക്കും, തോന്നുമ്പോ കരയും. എന്റെ സ്വഭാവം അങ്ങനെ. വെറുതെ ചിരിക്കുന്നവർക്കും കരയുന്നവർക്കും മുറി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഉളമ്പാറ ബ്രാൻഡ് ആശുപത്രി. ഓ, വിറ്റടിച്ചതായിരിക്കും. ഭർത്താവ് ചമഞ്ഞാ മതി, ഹരിക്കാൻ വരണ്ട. ഇവിടെ ആരും ഇല്ലേ? ഇത്ര നേരമായിട്ട് ഉറക്കം എണീറ്റില്ലേ? അതിന് വല്ല അമ്പലത്തിലോ മറ്റോ പോയതാണോ? ചേടാ, രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ അടുക്കളപ്പണിയായിരിക്കും. ദോശ ഞാൻ ഒരുപാട് നാളായി ദോശ തന്നിട്ട്. നമുക്കൊരു മുമ്പർത്താത്തി ഉണ്ടല്ലോ, എന്നും ഇഡ്ഡലി. ആ, സ്വാമി ദോശ ഇടണം. എന്റെ ഭാര്യ ഒന്നാം തരം ദോശ ഇടും. വേണ്ടെന്നേ, നിങ്ങൾക്കുള്ളതല്ലേ കാണൂ. അല്ല, മാവ് ഇതാ വേറെ ഇരിപ്പുണ്ട്. ഉണ്ടോ? ഇഷ്ടം പോലെ. ബുദ്ധിമുട്ടാവില്ലല്ലോ? ഇല്ല. ആയിക്കോട്ടെ. അതോടെ കൊടുത്തേക്ക്, നമ്മുടെ സ്വാമിയല്ലേ. മാവ് വേറെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ ധാരാളം. ചമ്മന്തി ഇല്ലേ? ചമ്മന്തി ഇല്ലാതെ കഴിക്കുന്നതാ എനിക്കിഷ്ടം. ആ, 2 കൊണ്ടുപോയി നമ്മുടെ കുമർത്തോത്തിക്കും കൊടുക്കാം. ലോകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവളൊന്ന് അറിയട്ടെ. കീറി പറഞ്ഞതാണെങ്കിൽ എന്താ, തിന്നാ പോരെ. നല്ല ചൂട്. ഇതിന് പകരം ഞാൻ തരുന്നുണ്ട്, നോക്കിക്കോ. അതാണ് പഠിക്കാനാ, അറിയാൻ മേലെ ചെയ്യാൻ പോരുന്നത്. ഇതിലെന്തോ അറിയാതിരിക്കുന്നു. സാറ് താളം അടിക്കുന്നില്ല. അങ്ങനെയല്ല, ശ്രുതിമാത ലയപ്പിത, ശ്രുതി അമ്മ താളവച്ചൻ, അവതാളം അടിക്കുന്നവൻ തന്തയില്ലാത്തവൻ അർത്ഥം. ഇപ്പൊ സാറ് പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? സാർ അവിടെ ആരെ കാണണം? അയ്യോ, അമ്മച്ചിയോ? ഇവിടുന്ന് പോകുമ്പോ യാതൊരു അസുഖം ഇല്ലായിരുന്നല്ലോ. അമ്മച്ചി, അമ്മച്ചി നന്നായിരിക്കുന്നല്ലേ. ആരാണാവോ, മനസ്സിലായില്ല. അയ്യോ, അമ്മച്ചി ഞാൻ തന്നെയാ, മംഗളത്തെ രേവതി അമ്മ. സമാധാനായി, പേരെങ്കിലും മാറ്റിയില്ല. എന്തൊരു കോലാടോ ഇത്. എന്താ ഒരു കുഴപ്പം? അറിയാഞ്ഞിട്ട് ചോദിക്കാ, എന്താ ഭാവം? ഇവിടെയൊക്കെ എല്ലാരും ഇങ്ങനെയാ. ആ, പിന്നെ ഞാൻ ക്ലബിലെ മെമ്പറായി. എന്താണ് ക്ലബ്? വിമൻസ് ക്ലബ്. താമസിക്കാതെ അവിടുത്തെ സെക്രട്ടറി ആവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്കുള്ള ഉടുപ്പൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വേഷമൊക്കെ മാറ്റി നല്ല ടിപ്പ് ടോപ്പ് ആയിട്ട് ഡ്രസ് ചെയ്ത് നിൽക്കണം. ഇത് സിറ്റിയാണ്. എത്ര പണം ഉണ്ടെങ്കിലും ഗമയില്ലെങ്കിലേ ആരും വകവയ്ക്കില്ല. എന്നെ കൊണ്ട് ഇട്ടൊക്കെ പറ്റൂ, അല്ലാണ്ട് ഈ കോപ്പറാണ്ടി വേഷമൊന്നും കേട്ടാ എന്നെ കൊണ്ട് പറ്റില്ല. ആ, നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ള അമ്മച്ചി എന്നൊരു ചൊല്ലുണ്ടേ. എടാ മണിയടിക്കാടാ, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നും ഒരു ചൊല്ലുണ്ട്. ഉണ്ട്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. സാറ് പറഞ്ഞ ശരിയാ. എനിക്ക് സമയമില്ല, ഡാൻസ് ക്ലാസ്സിൽ പോണം. ഡാൻസ് ക്ലാസ്സോ? ഈ പ്രായത്തിലോ? ഏയ്, ഇത് വേറെ ഡാൻസ്. ഇതാണ് ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് ഡാൻസ്.
ട്വിസ്റ്റ്. ഇത് അറിയുന്നിടത്ത് ഒരു ഫാഷനാണ്. അപ്പൊ അരങ്ങേറ്റം കെട്ടിയവരെന്ന് വെച്ചായിരിക്കും. അല്ലെങ്കിൽ ഞാൻ നന്നാവണം നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ചെലപ്പാ ഇതൊക്കെ കൊണ്ടൊന്ന് മുകളിൽ വെക്ക്. കല്യാണി നമുക്ക് പോവാം. കണ്ടില്ലേ, പെണ്ണിന്റെ നിറം മാറുന്ന മാറ്റം കണ്ടില്ലേ? ഈ ഇനത്തിൽപ്പെട്ട ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കരുത്. എന്താ പറ്റിയേ? ഇതാണ് ഇംഗ്ലീഷ് ഡാൻസ് ട്വിസ്റ്റ്. ഇത് ഇംഗ്ലീഷ് ഒന്നും അല്ല, തനി നാടൻ വെളിച്ചപ്പാട് തുള്ളൽ എന്നാണ് പേര്. കിടന്ന് ചാടിയിട്ട് പിത്തം മുഴുവൻ ഇളയാൽ പിന്നെ എനിക്കാ ജോലി. ഇഷ്ടം ഒരു കുഴപ്പമില്ല, നല്ല എക്സസൈസും കൂടിയാണ്. യു വിൽ ബിക്കം വെരി സ്ലിം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ എങ്ങനെ നിൽക്കരുതെന്ന്? നിങ്ങളുടെ മാനേജർമാരൊക്കെ ഇവിടെ വരുന്ന കണ്ടിട്ടില്ലേ? നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് അവര് നിൽക്കുമ്പോ നാളെ നിങ്ങൾക്ക് മുതലാളിയെന്നും പറഞ്ഞ് തുണിയില്ലാതെ നിൽക്കാൻ. അത്യാവശ്യത്തിനുള്ള വസ്ത്രമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് മതി. പോരാ, വയറ് കണ്ടില്ലേ കേറി വരുന്നത്? ദിവസവും മോർണിംഗ് ആൻഡ് ഈവനിങ് വാക്കിന് പോണം. വേണമെങ്കിൽ ഗമയ്ക്ക് ഒരു പട്ടിയും കൂടെ ആവാം. ഓ, താൻ കൂടെ പോന്നോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പറ്റി മതിപ്പില്ല. ശങ്കരമംഗലത്തെ രേവതിയമ്മ എന്തൊക്കെയാ കാണിക്കാൻ പോകുന്നു കണ്ടോളൂ. ഓ, കണ്ടോട് തന്നെ ഇരിക്കണോ? പക്ഷേ ഇത് എവിടെ വെച്ചെത്തും എന്ന നിശ്ചയില്ല. പോകുന്നവര് പോട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ കാര്യമില്ല. താമസിക്കാൻ വീട്, ജോലി, നല്ല ആഹാരം ഇതൊന്നും ഇക്കാലത്ത് കിട്ടാൻ എളുപ്പമുള്ളവയല്ല. ഞാനൊരു ഐഡിയ പറയാം. വിമൻസ് ക്ലബിന്റെ പുതിയ സെക്രട്ടറി ഒരു രേവതിയമ്മയുണ്ട്. അവരെ ഒന്ന് കണ്ടു നോക്ക്. അവരുടെ ഭർത്താവിന് നിറയെ ബിസിനസ്സുകൾ ഉള്ളതാ. എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാലായി. കിട്ടുവോ? ശ്രമിച്ചു നോക്ക്. ഒന്നുമില്ലെങ്കിലും നിന്റെ അവരുടെയും പേര് ഒന്നല്ലേ? ആ കൺസിഡറേഷനെങ്കിലും കിട്ടും. ശരി, നോക്കിക്കളയാം. എല്ലാ വാതിലും തട്ടി നോക്കാം. ഏതെങ്കിലും തുറക്കുമല്ലോ. ഇനിയിപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം ഓടിക്കൊണ്ടിരിക്കുമ്പോ നിക്ക. പഴയതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പുതിയത് വേണം. താൻ പോലും പുതുതായി, പിന്നെ ആ റിക്കാർഡ് പ്ലെയർ. ഇക്കണക്കിന് പുതിയ ഒരെണ്ണത്തിനെ കാണുമ്പോ പഴയതെന്ന് പറഞ്ഞ എന്നെയും കളയുമല്ലോ. ആ, വേണ്ടി വന്നാ കളയും. കളഞ്ഞോ? എനിക്കും വേറെ ആളെ നോക്കാൻ അറിയാം. ഞാൻ 2 പ്രസവിച്ചെങ്കിലും നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളുടെ മോളാണെന്ന്. ഞാൻ തന്റെ അപ്പൂപ്പനാണ് എന്ന് പറഞ്ഞില്ലല്ലോ. കളിയാക്കൊന്നും വേണ്ട. പുതിയ ഒരെണ്ണത്തിനെ കൊണ്ടുവരുമ്പോ അറിയാം. ദേ, ഈ റെക്കോർഡ് പ്ലെയർ പോലെ ഇരിക്കും. നടന്നുകൊണ്ടിരിക്കുമ്പോ ഡിം. ഇതങ്ങോട്ട് ശരിയാവണില്ലല്ലോ. ഇത് വാങ്ങിച്ച കടലെ നമ്പർ എത്രയാ? ഗുഡ് മോർണിംഗ് ഡാഫഡിൽസ്. ആ, വെരി ബാഡ് ഗുഡ് മോർണിംഗ്. രാവുണ്ണി മേനോൻ ഹിയർ. എന്താ സാർ? താൻ ഇന്നലെ ഒരു ക്ലാപ്പ് ഇവിടെ കൊണ്ട് വെച്ചില്ലേ? അത് കാണാനോ അതോ പാടാനോ? ഇവിടെ വന്നപ്പോ തൊട്ട് അതിന് ഓരോ അസുഖങ്ങളാ. ഒന്നുകിൽ തലവേദന, അല്ലെങ്കിൽ വയറ്റിളക്കം. ഓ, ക്ഷമിക്കണം. താൻ ഇപ്പോ ഈ സാധനം ഇവിടെ നിർത്തോണ്ട് പോകണം. ഇതൊരു പുതിയതൊന്ന് ഇവിടെ കൊണ്ട് വെക്കണം. അല്ലെങ്കിൽ ആ കാശ് തന്നോളൂ. ഓക്കെ സാർ, ഞാൻ ഇപ്പൊ വരാം. മാറ്റിത്തരാം. ഓക്കെ ഓക്കെ സാർ. എന്താ? ഒരു ജോലി അന്വേഷിച്ചു വന്നതാ. അമ്മയെ കണ്ടാല് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമെന്ന് കേട്ടു. ഇതാ എന്റെ സർട്ടിഫിക്കറ്റ്.
ഇപ്പൊ ജോലിയൊന്നും ഒഴിവില്ല. പോയിട്ട് 1 മാസം കഴിഞ്ഞ് വരും. അയ്യോ അങ്ങനെ പറയരുത്. ഞാൻ അല്പ തിരക്കിലാണ്, പിന്നെ വരൂ. ഇവിടെ ഇരിക്കാം. തിരക്ക് കഴിഞ്ഞ് പുറത്തു വരുമ്പോ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. രാമുണ്ണി മേനോന്റെ മകളായിരിക്കും. റെക്കോർഡ് പ്ലെയർ എവിടെ ഇരിക്കുന്നത്? ആ അകത്ത് കാണും. ഓ, വലിയ പണക്കാരന്റെ പോലെന്ന് തണ്ടായിരിക്കും. ഗോപാലകൃഷ്ണൻ, ഡാഫോഡിൽ ഇലക്ട്രിക്കൽസ്. ഇതായിരിക്കണം. അത് വേഗം എടുത്തിട്ട് പോവാ. ഞാൻ നോക്കാം. നോക്കണ്ട, അത് ചത്തു. അല്ല, ചിലപ്പോഴേ ചില മൈനർ കംപ്ലൈന്റ്സ് ആയിരിക്കും. അടുത്ത ആഴ്ച പുതിയ കൺസൈൻമെന്റ് വരുമ്പോ ഞാൻ മാറ്റിത്തരാം. താൻ തന്റെ ഇഷ്ടം പോലെ ചെയ്തോളുക. അത് വേഗം ഇവിടെ എടുത്തിട്ട് പോകണം. ഞാൻ എന്റെ പഴയത് ഉപയോഗിച്ചോളാം. അത് നീ എന്റെ കൺമുമ്പിൽ കാണരുത്. അല്ല, ഞാൻ നോക്കട്ടെ. ആ എടുക്ക. ചേട്ടാ, നോക്കാതെ ഇങ്ങനെ കുഴപ്പമില്ല. ഞാൻ പോട്ടെ. ഞാൻ പോട്ടെ. അല്ലെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യാം. പുതിയത് കിട്ടില്ല എന്ന വിരോധമില്ല. ആ പണം എങ്കിൽ ഇതാണ് പട്ടണത്തിലുള്ളവരെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് പറയുന്നത്. ഒക്കെ കളിപ്പാ. നമസ്തേ. നമസ്കാരം. എന്താ? ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ. ഇവിടുത്തെ അമ്മയെ കണ്ടാല് ഒരു ജോലി കിട്ടുമെന്ന് കേട്ടു. കൊച്ചിനോട് ആരാ ഇതൊക്കെ പറഞ്ഞു തന്നത്? അവര് വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കാൻ പോണില്ല. അതറിയാം, പക്ഷെ സാറ് വിചാരിച്ചാല്. എന്താ അത്? എന്റെ സർട്ടിഫിക്കറ്റ്സ്. ബിഎക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അല്ലേ? മിടുക്കിയാണല്ലോ. അപ്പൊ എന്തൊക്കെ ജോലി അറിയാം? എന്ത് ജോലിയും ചെയ്യാം. ഇവിടെ ഇപ്പോ ജോലി എന്ന് പറയാൻ ഇപ്പൊ അങ്ങനെ ഇവിടെ പറ്റിയ നോക്കാത്ത ഒരാളെ ആവശ്യമുണ്ട്. ഒരാളെ ആവശ്യമില്ലല്ലോ. അപ്പോ വേറൊരു ജോലി എന്ന് പറയാൻ കുട്ടി, ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം ഇവിടെ ഒഴിവൊന്നുമില്ലെന്ന്. കുട്ടി പൊയ്ക്കോളൂ. സാറ് പറഞ്ഞു. ആ, സാർ അങ്ങനെ പലതും പറയും. അതുകൊണ്ടാ പറഞ്ഞത് കുട്ടി പൊയ്ക്കോളൂന്ന്. ദാ, ആ കുട്ടി പൊയ്ക്കോളൂ. വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെ പെരുമാറുക എവിടുത്തെ മര്യാദയാണോ ഇത്? എനിക്ക് അത്രേ മര്യാദയുള്ളൂ. പാവം കുട്ടി. അത്ര പാവാണെങ്കിലേ പാതി സ്വത്ത് എഴുതിയും കൊടുക്ക്. ആ, ചിലപ്പോ കൊടുത്തുന്നിരിക്കും. എനിക്കറിയാം കൊടുക്കുമെന്ന്. നിങ്ങളുടെ മനസ്സിരിപ്പ് നല്ലവണ്ണം എനിക്കറിയാം. ഞാനേ ശങ്കരമംഗലത്തെ പെണ്ണ. 3 കുട്ടിയാനപ്പുറത്ത് നിറച്ചും സ്വർണവും പണമായിട്ടാ ഞാൻ ഇവിടെ വന്നത്. എന്റെ വീട്ടില് ഇപ്പോഴും ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടായ തീർന്നില്ലേ കഥ? നമ്മൾ സന്മനസ് കൊണ്ട് ചെയ്യുന്നതൊന്ന്, അവർ ധരിക്കുന്നത് മറ്റൊന്ന്. ഇപ്പൊ കണ്ടില്ലേ?